ചൈതന്യ ചൈതു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറയാം കേട്ടോ. ഇന്ന് കുറച്ച് കൂട്ടുകാരുടെ പേരൊക്കെ പറയുന്നുണ്ട്, അപ്പൊ എല്ലാവരുടെയും പേര് ഞാൻ പറയാം കേട്ടോ. ആവണി, ദേവനന്ദ, ആര്യനന്ദ, റിൻഷ, മറിയം, കിച്ചു. ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നാലും ഞാനും എന്റെ വീട്ടിലോട്ട് പോകുവാണല്ലോ. ഇനി എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും ഞാൻ? ഞാൻ അവരെയൊക്കെ മറന്നു പോകുന്നല്ലേ അവര് പറഞ്ഞത്. എന്താ പിങ്കി, എന്തിനാണോ താനിങ്ങനെ സങ്കടപ്പെടുന്നത്? തന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുമല്ലേ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിങ്ങളുടെ ആരെ ഈ ജന്മത്തിൽ കാണാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാനാണോ? തനിക്ക് ഇവിടുന്ന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയാലും താൻ നിൽക്കത്തില്ലല്ലോ. കുറച്ച് ദിവസം തന്നെ അച്ഛനെ അമ്മേനെ ചേച്ചിനെയും ചേട്ടനെയും കാണാതെ താൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. അത് ഞങ്ങൾ കണ്ടതല്ലേ. എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് സങ്കടമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ നല്ല നല്ല ഓർമ്മകൾ എന്നിൽ നിന്ന് മായ്ച്ചു കളയുന്നല്ലേ സാന്റ പറഞ്ഞത്. അതെന്തിനാ? അത് ഇച്ചിരി കൂടുതലല്ലേ. എടോ, ഇവിടുത്തെ നിയമം അങ്ങനെയൊക്കെയാണോ? അതുകൊണ്ടാ സങ്കടപ്പെടേണ്ട കാത്തു. ഈ കുറച്ച് നിമിഷമെങ്കിലും നമുക്ക് സന്തോഷിച്ചിരുന്നൂടെ? ഞാൻ മനഃപൂർവ്വം കാത്തു ഇത്ര നേരം ഇങ്ങോട്ട് വരാതിരുന്നത്. എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ല. നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി ഈ കുറച്ച് ദിവസം കൊണ്ട്. ടിങ്കിൾ സാന്റനോട് ഒന്ന് ചോദിക്കോ, എല്ലാ വർഷവും നിങ്ങൾ എന്നെ വന്ന് കാണാനുള്ള അനുവാദമെങ്കിലും തരുമോന്ന്? എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ കുറച്ച് നിമിഷം മാത്രം എന്നിൽ എന്റെ പഴയ ഓർമ്മകളെ തിരിച്ചു തരാനും സാന്റനോട് പറയോ? അതൊന്നും പോസിബിൾ അല്ല കാത്തു. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നതാ സാന്റന്റെ കൂടെ കഴിയണമെന്ന്. പക്ഷെ അവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ നിനക്ക് കിട്ടിയത്. നീ അതിൽ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്. നീ ഇതെല്ലാം മറന്നു പോകും. പിന്നെ നിനക്ക് അവിടെ ചെന്ന് ദുഃഖമൊന്നും ഉണ്ടാവില്ല. നീ പഴയ കാത്തു ആകും. സാരമില്ല കാത്തു, പോട്ടെ. പിങ്കി, ഞാൻ പോകുന്നതിൽ നിനക്ക് സങ്കടമൊന്നും ഇല്ലല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നീ പോകുന്നത് കൊണ്ട് എനിക്ക് എന്ത് സങ്കടാന്നറിയോ? ഞാൻ ഒന്നും പുറത്ത് കാണിക്കാതെ നിൽക്കുക. ഞാൻ പോയി കഴിയുമ്പോ നിങ്ങൾ പിന്നെയും കൂട്ടുകാരാവല്ലോ. നിങ്ങൾ കൂട്ടുകാരാണ്, എന്നാലും ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു കട്ടുറുമ്പായിരുന്നില്ലേ. നിങ്ങൾ സന്തോഷായിട്ടിരിക്കും. കാത്തു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയല്ലേ കാത്തു. കാത്തു, കാത്തു, നീ എല്ലാരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞോ? എന്നാ പോയാലോ? നിന്നെ എനിക്ക് നിന്റെ വീട്ടിലെത്തിച്ചിട്ട് തിരിച്ചു വരേണ്ടതാണ്. എനിക്കിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഭൂമിയിലോട്ട് പോകാൻ പറ്റുന്ന അവസരം. അതിനു മുമ്പ് എനിക്ക് സാന്റനോട് ഒരു അപേക്ഷയുണ്ട് സാന്റ. അതെനിക്ക് സാധിച്ചു തരുമോ? സാന്റ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് അനുസരിച്ചല്ലേ സാന്റ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത്. എന്താ നീ പറ, ഞാൻ നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. പറ്റും സാന്റ, സാന്റ ഒന്ന് മനസ്സ് വെച്ച പറ്റും. നീ ആദ്യം കാര്യം പറ. കാര്യം പറയാതെ ഞാൻ എങ്ങനെ നിനക്ക് വാക്ക് തരും? സാന്റ, എന്റെ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ച ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഇവിടുന്ന് പോയാലും വർഷത്തിലെ എല്ലാ വർഷവും സാന്റയും ഇവരും എന്നെ കാണാൻ വന്നോന്ന് എനിക്കൊരാഗ്രഹം. ആ കുറച്ച് നിമിഷം മാത്രം എന്റെ പഴയ ഓർമ്മകൾ എന്നിൽ തിരിച്ചു തരുമോ സാന്റ? ആ ഒരു സഹായമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാമോ? ഉറപ്പായും. നീ ഇത്രയും സങ്കടപ്പെട്ട് ഇവിടുന്ന് പോകുന്നത് കൊണ്ട് നീ പറഞ്ഞ ആഗ്രഹം എന്തായാലും ഞാൻ നിറവേറ്റി തരും. ലവ് യു ടു കാത്തു. സാന്റ,
കിട്ടിയിട്ടുണ്ടല്ലോ, അതിലും വലിയ ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടാനില്ല സാന്റ. സാന്റ, എനിക്ക് ഒത്തിരി സന്തോഷമായി സാന്റ. ഇത്രയും നാൾ ഇവിടെ വന്ന ഓരോ കൂട്ടുകാരിൽ നിന്നും എത്രയോ വ്യത്യസ്തയായിരുന്നു കാത്തു. കാത്തുവിനെ ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പിറപ്പായിട്ട് ഏറ്റെടുത്തതായിരുന്നു. ഇനി കാത്തുവിനെ കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞങ്ങള്. ഇനി ഓരോ ദിവസവും ഞങ്ങൾ എണ്ണി എണ്ണി കടന്നു പോയിക്കോളാം. അടുത്ത വർഷം കാത്തുവിനെ കാണാൻ പറ്റുമല്ലോ. ഒത്തിരി സന്തോഷമായി സാന്റ. ആ, എല്ലാം ശരിയാണ് മക്കളെ. എല്ലാവർക്കും ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. കാലത്തിനനുസരിച്ച് ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറേണ്ടി വരില്ലേ? എന്നാലും നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാന്ന് പറഞ്ഞില്ലേ? അതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ. കാത്തു, സമയം കളയാനില്ല. എനിക്ക് നിന്നെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരേണ്ടതാണ്. നമുക്ക് പോകാം സാന്റ. കാത്തു, ലവ് യു ഉമ്മ. പിങ്കി, ലവ് യു ടു ഉമ്മ. കാത്തു, എന്റെ കുഞ്ഞു പെങ്ങള്, പോയിട്ട് വാട്ടോ. ഞാൻ നിന്നെ കാണാൻ വരാവേ. ട്വിങ്കിൾ, ലവ് യു ട്വിങ്കിൾ. ലവ് യു ടു കാത്തു. മക്കളെ, കുസൃതി ഒന്നും കാണിക്കാതെ നിൽക്കണം കേട്ടോ. ഞാൻ കാത്തൂനാക്കിയിട്ട് വരാവേ.